ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. കെയ്റോയിലെ രാജകൊട്ടാരത്തിൽ വിദൂഷകനായിരുന്നു ഗോഹോ. ഒരിക്കൽ അദ്ദേഹം കൊട്ടാരത്തിലെ സാമാജികരോട് ചോദിച്ചു, ആനയ്ക്കും ഒട്ടകത്തിനും ദൈവം ചിറക് കൊടുക്കാഞ്ഞത് എന്താണ്? ആർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗോഹോ പറഞ്ഞു, എന്നാൽ ഉത്തരം കേട്ടുകൊള്ളൂ. ആനയ്ക്കും ഒട്ടകത്തിനും ചിറകുണ്ടായിരുന്നെങ്കിൽ അവ പറന്നു വന്ന് എവിടെയും ഇരിക്കുമായിരുന്നു. അവിടെയുള്ള പൂക്കളും ചെടികളും മറ്റു വസ്തുക്കളും മനുഷ്യർ പോലും എല്ലാം ചതഞ്ഞറിഞ്ഞ് ഉപയോഗശൂന്യമാവും. ഉത്തരം കേട്ട് എല്ലാവരും കുലുങ്ങിച്ചിരിച്ചു. എന്നാൽ ഒരു മന്ത്രിക്ക് അതത്ര രസിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ജോക്കും പറഞ്ഞ് നടന്നാൽ മതിയോ? ഞങ്ങളാണെങ്കിൽ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്? ഗോഹോ അപ്പോൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം ഗോഹോ ഒരു കൊക്കിനെയും കൊണ്ട് സദസ്സിൽ വന്ന് അതിൻ്റെ നീണ്ട കാലും ചുണ്ടും മുറിച്ചു കളഞ്ഞു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അതിഷ്ടപ്പെടാഞ്ഞ മന്ത്രി ചോദിച്ചു, എന്തിനാണ് അതിനെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, മറ്റു പക്ഷികളെ പോലെ ആകേണ്ടേ അതും. മന്ത്രിക്ക് വേഗത്തിൽ കാര്യം മനസ്സിലായി. ഈ ലോകത്തിലെല്ലാവരും ഒരേപോലെയല്ല, എല്ലാവരുടെയും പ്രയത്നവും ഒരേപോലെയല്ല. ചിലർ കഠിനമായി അധ്വാനിക്കേണ്ടി വരും, ചിലർ അത് നോക്കിക്കൊണ്ട് നിന്നാൽ മാത്രം മതി. എല്ലാവരും ഒരുപോലെ ആവുക എന്നത് എത്ര പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നവർ മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അധ്വാനം മാത്രമല്ല ഈ ലോകത്തിന് ആവശ്യം. ശരീരത്തിൽ തന്നെ അവയവങ്ങളുടെ ജോലികൾ എത്ര വ്യത്യസ്തമാണ്, പക്ഷേ പ്രവർത്തനരഹിതമായ ഒരു അവയവവുമില്ല. പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രം. കാലുകളാണ് നമ്മെ ദൂരസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നതും കാലുകൾ തന്നെയാണ്. എന്നാൽ ഹൃദയത്തിൻ്റെയും കിഡ്നിയുടെയും മറ്റും പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അങ്ങനെ ഓരോ അവയവങ്ങളും എത്ര വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് തകരാറിലായാൽ എത്ര വലിയ പ്രതിസന്ധിയായിരിക്കും. ഇതേ പ്രകാരം ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും എത്ര വ്യത്യസ്തരാണ്. ഇവരെല്ലാവരും കൂടിച്ചേരുന്നതാണ് മാനവ സമൂഹം. ഓരോരുത്തരും എത്ര വ്യത്യസ്ത നിലയിലും തലത്തിലും പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ എല്ലാം പ്രയത്നം സമൂഹത്തിന് വളരെ വിലപ്പെട്ടതാണ്. താണ നിലവാരത്തിലുള്ള ജോലികൾ എന്ന് നാം കരുതുന്നവ എത്ര പ്രധാനപ്പെട്ടതാണ്. അവ കൂടാതെ സമൂഹത്തിന് നിലനിൽക്കാനാവില്ല. പക്ഷേ വേതന കാര്യത്തിൽ ഈ പ്രാധാന്യം ആരും തന്നെ നൽകാറില്ല. ഉന്നതന്മാർ ജീവിക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് താണ ജോലികൾ എന്ന് കരുതപ്പെടുന്ന ജോലി ചെയ്യുന്നവരും ജീവിക്കേണ്ടത്. പലർക്കും അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടുന്ന വേതനം തന്നെ ലഭിക്കാറില്ല. ഇതൊരു സാമൂഹ്യ തിന്മയാണ്. ഇത് കാരണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാകുകയുള്ളൂ. അതിനായി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. മറ്റുള്ളവരെ ഞങ്ങളുടെ സഹോദരങ്ങളെപ്പോലെ കാണുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അധ്വാനിപ്പാനുള്ള മനസ്സും അധ്വാനിപ്പാനുള്ള ആരോഗ്യവും അവിടുന്ന് നൽകിയിരിക്കുന്നതിനായി നന്ദിയുടെ സ്തോത്രം. പിറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോടുകൂടെ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം ഈ പുതിയ മാസത്തിൻ്റെ പ്രഭാവത്തിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുതിയ മാസത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.